കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നഗരസഭയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോയി വരാം. അവിടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്നത് കള്ളപ്രചാരണമെന്ന് CPIM വ്യക്തമാക്കുന്നു. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകളും തങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ വ്യാപകമായി ഡിവിഷൻ മാറ്റി UDF ചേർത്ത വോട്ടുകളുമാണ് പരിശോധനയിൽ നീക്കം ചെയ്തത്. കള്ളക്കളി പുറത്തായതിന്റെ വെപ്രാളമാണ് UDF നാടകത്തിന് പിന്നിലെന്ന് താമരശ്ശേരി ഏരിയ സെക്രട്ടറി K. ബാബു പറഞ്ഞു. കരട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളെ തൊട്ടടുത്ത ഡിവിഷനുകളിൽ പുതിയ വോട്ടർമാരായി ചേർത്തതും കൂട്ടത്തോടെ ആളുകളെ അതിർത്തി മാറി തൊട്ടടുത്ത ഡിവിഷനുകളിലേക്ക് മാറ്റിയതും LDF പ്രവർത്തകർ കൃത്യമായി കണ്ടെത്തുകയും ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. കൊടുവള്ളിയിലെ 26ാം ഡിവിഷനിൽ മാത്രം യാതൊരു മാനദണ്ഡവുമില്ലാതെ 320 വോട്ടുകളാണ് ഇത്തരത്തിൽ ചേർത്തിയത്. ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് LDF ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 7ലധികം ഡിവിഷനുകളിൽ കലക്ടർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് മാറുമ്പോൾ ആ വോട്ടുകൾ നിലവിലെ പട്ടികയിൽ ഡിലീറ്റഡ് എന്നാണ് കാണിക്കുക. ഇത് കാണിച്ചാണ് ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന വ്യാജ പ്രചരണം UDF നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്കെല്ലാം ഇവർ താമസിക്കുന്ന ഡിവിഷനിൽ വോട്ടുണ്ട്. കള്ളക്കളി പുറത്തായതിന്റെ വെപ്രാളമാണ് UDFന്റെ വ്യാജ പ്രചാരണത്തിന് പിന്നിലെന്ന് CPIM താമരശ്ശേരി ഏരിയ സെക്രട്ടറി K. ബാബു പറഞ്ഞു. നിലവിലുള്ള സെക്രട്ടറി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഇവർക്ക് ആവശ്യമായ രൂപത്തിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കിലോമീറ്റർ ദൂരത്തുള്ള ആളുകൾ കിലോമീറ്റർ താണ്ടി ആളുകൾ വോട്ട് ചെയ്യേണ്ട ഗതികൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ പോലും കഴിയാത്ത രൂപത്തിലേക്കുള്ള പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിർത്തിയിൽ അപ്പുറത്തുള്ള അവർക്ക് പറ്റാത്ത ആളുകളെ വിവിധ മേഖലക്കകത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ഇപ്രാവശ്യം ആ നിലയിലേക്ക് നടത്താൻ കഴിയാതെ വന്നപ്പോ ഉണ്ടായിട്ടുള്ള ഒരു വെപ്രാളത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വ്യാജ പ്രചരണം സംഘടിപ്പിക്കപ്പെടുന്നത്. നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി വോട്ടർ പട്ടിക അട്ടിമറിച്ചത് UDF ആണെന്നും LDF ആരോപിക്കുന്നു. കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിച്ചു വരുന്നതായി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗും അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.